തേനീച്ചകളിലേക്ക് ബൈ പ്രൊഡക്ട്സ് ആണ്. ഒന്ന് തേനാണ്, അത് നമുക്ക് പുറത്തുനിന്ന് പരിചയപ്പെടാം. ഇതിന്റെ ഹണികോംബാണ്, അതിന്റെ കൂടോടുകൂടി നമുക്ക് കിട്ടുന്നതാണ്. അത് ജസ്റ്റ് ചുയിങ്കം പോലൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ്. ബീപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂമ്പൊടിയാണ്. തേനീച്ചകൾ ഓരോ പൂവിലും തേനെടുക്കുന്ന സമയത്ത് അവിടെയുള്ള പൂമ്പൊടി എല്ലാം ഇവരുടെ ശരീരത്തിൽ അറ്റാച്ച്ഡ് ആവും. കാരണം ഇവരുടെ ശരീരത്തിലുള്ള രോമാണ്, കണ്ണിലടക്കം രോമമുള്ള ജീവിയാണ് ഈ തേനീച്ച എന്ന് പറയുന്നത്. അങ്ങനെ അറ്റാച്ച്ഡ് ആവുന്ന പൂമ്പൊടി നമ്മൾ ഓരോ ട്രാപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഹൈ പ്രോട്ടീൻ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് റോയൽ ജെല്ലിയാണ്. റോയൽ ജെല്ലി എന്ന് കഴിഞ്ഞാൽ റാണി തേനീച്ചയുടെ സൂപ്പർ ഫുഡാണ്. റാണി തേനീച്ചയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത്രയും പ്രത്യേകതകൾ അതിന് വരാനൊരു കാരണം ഈ റോയൽ ജെല്ലി കഴിക്കുന്നതുകൊണ്ടാണ്. അതിന്റെ ഇമ്മ്യൂണിറ്റി പവർ, അതുപോലെ തന്നെ സൗന്ദര്യം, ആയുസ്, അങ്ങനെ ഒരുപാട് ഹോർമോൺ ചേഞ്ചിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത്രയും പ്രത്യേകതകൾ വരാനൊരു കാരണം ഈ റോയൽ ജെല്ലിയാണ്. അപ്പൊ ഈ റോയൽ ജെല്ലി നമ്മൾ കഴിക്കുകയാണെങ്കിലോ അത്രയും പ്രത്യേകതകൾ നമ്മളിലേക്ക് വരിക ചെയ്യാം. നമ്മൾ യങ് ആയിരിക്കുന്നതിന്, ആന്റി ഏജിങ്, ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നതിന്, എനർജി ലെവൽ കീപ്പ് ചെയ്യുന്നതിന്, ഹോർമോൺ ചേഞ്ചിന്, അതുപോലെ നമ്മളൊക്കെ ശരീരത്തിലൊക്കെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതെയാക്കുന്നതിന്, ഇനി വരാൻ ചാൻസ് ഉണ്ടെങ്കിലോ അതിനെ തടയുന്നതിന് റോയൽ ജെല്ലിക്ക് സാധിക്കും. നമ്മൾ പോലും അറിയാൻ നമ്മുടെ ശരീരത്തിലൊക്കെ ക്യാൻസർ സെല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള ശേഷി വരെ ഈ റോയൽ ജെല്ലിക്കുണ്ട്. ഹൈ കോസ്റ്റ് ആണ്, പക്ഷെ അത്രയ്ക്ക് ഹെൽത്ത് ബെനിഫിറ്റും കൂടിയാണ്. ബീസ്വാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി നമ്മൾ ലിപ്സ്റ്റിക്, കോസ്മെറ്റിക്സ്, ബോഡി ക്രീംസ്, ലിപ് ബാമുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പ്രപ്പോളിഷ് ബീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരത്തിന്റെ പൊടിയും കറയൊക്കെ ഇവരുടെ സലൈവയിൽ മിക്സ് ചെയ്തിട്ട് ഗം ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ആന്റി ബാക്ടീരിയലായും ആന്റി ഫംഗലായിട്ട് ഇതിനെ യൂസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ഒരു വൈറ്റ് ഡ്രസ്സ് കാണാം. അത് നമ്മൾ തേന് കളക്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഡ്രസ്സാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തേനീച്ചകൾക്ക് നമ്മളെ കുത്താനായിട്ട് സാധിക്കില്ല. ഈ തേനീച്ചകൾ നമ്മളെ കുത്തി കഴിഞ്ഞാലോ അവരുടെ ജീവനും കൂടി ഇല്ലാതെയാവുക ചെയ്യാം. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, തേനീച്ചകൾ ഈ ലോകത്ത് ഇല്ലാതായി കഴിഞ്ഞാൽ വെറും 4 വർഷം മാത്രമേ ലോകം നിലനിൽക്കുള്ളൂ എന്ന് പറയുന്നത്. കാരണം 80% പോളിനേഷൻ നടക്കുന്നതും തേനീച്ചകളിലൂടെയാണ്. ഇത് 2 സെൻട്രിഫ്യൂഗൽ മെഷീനാണ്. അതായത് നമുക്ക് കിട്ടുന്ന തേന് നമ്മൾ ഇതുപോലെ സെൻട്രിഫ്യൂജ് ചെയ്തിട്ടാണ് എടുക്കുന്നതെങ്കിൽ തേനും അതിന്റെ കൂടും തമ്മിൽ വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വേർതിരിച്ചെടുക്കുന്ന കൂട് നമുക്ക് തിരിച്ച് റീപ്ലേസ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവരുടെ കൂടുണ്ടാക്കുക എന്നുള്ള ജോലി എളുപ്പമാക്കി കൊടുക്കാൻ പറ്റും. അതുപോലെ വേറൊരു മെത്തേഡാണ് തേനീച്ച കൂട്ടിലേക്ക് കുറച്ച് പുക ഇടുക എന്നുള്ളത്. തേനീച്ച കൂട്ടിലേക്ക് നമ്മൾ കുറച്ച് പുക ഇട്ട് കൊടുത്താൽ തേനീച്ചകൾ ഒരു 10-20 മിനിറ്റ് മയങ്ങി കിടക്കും. ഒരു സ്മോക്കറ അങ്ങനെ 10-20 മിനിറ്റ് മയങ്ങി കിടക്കുന്ന സമയം കൊണ്ട് നമ്മൾ തേന് കളക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആ തേൻ ലഭിക്കുകയും ചെയ്യും. 20 മിനിറ്റ് കൊണ്ട് അവർ നോർമൽ ആവുകയും ചെയ്തു. നമുക്ക് ഫസ്റ്റ്